പക്ഷെ അതെന്താണ് വ്യത്യാസം? ആദ്യ സിനിമയിൽ വന്ന കുട്ടികൾ അവർ മറ്റുള്ളവർക്ക് കൊടുത്ത ഫീഡ്ബാക്കാണ് സന്തോഷ് പണ്ഡിറ്റിന് എന്നും ആളുകളെ കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു മനഃശാസ്ത്രമാണ്. ഇപ്പോൾ 12ാമത്തെ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നൊരു കാര്യമാണ്, ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ സന്തോഷേ, ഈ പെൺകുട്ടി വേണം നിൻ്റെ 13ാമത്തെ സിനിമയിലേക്കുള്ള ഫൗണ്ടേഷനാണ് ഈ പെൺകുട്ടി. ഞാൻ പറഞ്ഞ പെൺകുട്ടികളെ കിട്ടുന്ന കേസാണ് ആ അർത്ഥത്തിലവർ. അപ്പോൾ ഈ പെൺകുട്ടി എന്താണോ, കാരണം 13ാമത്തെ സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടിയുടെ നമ്പർ കിട്ടാനോ അതിൻ്റെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് അവരെങ്ങനെയെങ്കിലും ബന്ധപ്പെടും. അതിപ്പോൾ വലിയൊരു ഭീകരമായ വിഷയമൊന്നുമല്ല ഇന്ന സിനിമയിൽ ഒരു നടീൻ്റെ നമ്പർ കിട്ടൽ. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കും, ഈ സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾ പുറത്ത് കണ്ട പരിചയമുള്ളൂ, എങ്ങനെയുണ്ട് ഇയാളെ സ്വഭാവം? ഈ പെൺകുട്ടി എന്താണോ പറയുന്നത് ഇത് വെച്ചിട്ട് വേണം ഈ കുട്ടി വരാൻ. എനിക്കിപ്പോഴും ഓവർ കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ. അപ്പോൾ 12ാമത്തെ സിനിമയിൽ ഓരോ ഈ 15 സ്ത്രീകളും മുന്നിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഈ സ്ത്രീ വേണം നാളെ വേറൊരു പെൺകുട്ടിക്ക് പറയാൻ. അപ്പം ആദ്യത്തെ സിനിമയിൽ അല്ല, അപ്പം ഞാൻ പറയുന്നത് അതേസമയം മിമിക്രിക്കാർക്ക് ആദ്യം ഇതിൽ പെൺകുട്ടികളെ കിട്ടി, പിന്നെ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനായിട്ട് ആരോടും എൻ്റെ മിമിക്രിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ 3 പെൺകുട്ടികൾ കൊടുത്ത ഫീഡ്ബാക്കാണ് ഈ 30 കൊല്ലമായിട്ട് പിന്നെ ആണിനെ പെണ്ണാക്കേണ്ട ഗതികേട് പിന്നെ ഉണ്ടാക്കുന്നത്. അല്ല, അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റ് 8-88 എനിക്ക് കിട്ടും. സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്വഭാവം എന്താണ്, നിന്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണ് നീ ആണിനെ പെണ്ണാക്കേണ്ടി വന്നത്, എന്നെ പറയണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല, സൈക്കോളജിക്കലി ഞാൻ പറഞ്ഞതല്ലേ ശരി വരുന്നത്. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഏതെങ്കിലും പെൺകുട്ടികൾ പിന്നീടുള്ള ഏതെങ്കിലും സിനിമയിൽ പിന്നീട് ആദ്യ സിനിമ എന്നല്ല, പിന്നീട് പൊതുവിൽ ഇപ്പം എൻ്റെ സിനിമയിൽ അഭിനയിച്ച ചില പെൺകുട്ടികൾക്ക് ചില സീരിയലോ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയായിട്ട് കേൾക്കുന്നു. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്, പിന്നീട് വന്നിട്ടുള്ള സിനിമയിൽ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, ചില കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് അത്രയും വരുന്നു. ഇപ്പൊ ആതിരയുടെ മകൾ അഞ്ജലി, അതിന് മുമ്പ് ഉരുക്ക് സതീശൻ, ഈ ഉരുക്ക് സതീശൻ ഒരു പെൺകുട്ടി ആതിരയുടെ മകൾ അഞ്ജലിയിൽ വന്നിട്ടില്ല. ഇത് കാരണം ഇവിടെ അത്രയും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ച ആളുകളുണ്ടോ വന്നു. അപ്പൊ പിന്നെ കേരള ലൈവിൽ ഇപ്പൊ നോട്ട് ചെയ്ത കുട്ടികളാ വന്ന്. ഈ കേരള ലൈവ് സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്കുള്ള ഒക്കെ ഇവിടെ ഫില്ലാണ്. എനിക്ക് വേണമെങ്കിൽ ഇവരെ തന്നെ ഇത് ചെയ്യാം. പിന്നെ എന്തായിരിക്കും ഈ കണ്ടിന്യൂസ്ലി എല്ലാ സിനിമയിലും ഒരേ കുട്ടിയെ തന്നെ വെക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ അവർക്ക് തമ്പിടുമ്പോൾ നായകന് ഫോട്ടോ വെക്കുമ്പോൾ ഒരേ പെൺകുട്ടീനെ തന്നെ വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഈ ഉരുക്ക് സതീശൻ തന്നെയാണോ ആതിരയുടെ മകൾ അഞ്ജലി, കാരണം രണ്ടിലും ഒരേ പെൺകുട്ടിയാണോ, വ്യത്യസ്ത കുട്ടികളാവോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. സന്തോഷ് ഏട്ടൻ മലയാളി ഹൗസിലുണ്ടായിരുന്നല്ലോ, സൂര്യ TV-യിൽ. അപ്പം അതുപോലെ ബിഗ് ബോസിൽ അത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ? എന്താ സന്തോഷ് ഏട്ടൻ്റെ അഭിപ്രായം? മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആ രീതിയിലുള്ളതാണ് മലയാളി ഹൗസാണ്. അന്ന് സൂര്യ TV ആയിരുന്നു, ഇപ്പോൾ അത് ഏഷ്യാനെറ്റിലാണ് വരുന്നത്, ബിഗ് ബോസ് എന്നുള്ള പേരിൽ. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശരിക്കും സ്ക്രിപ്റ്റഡ് അല്ല. അവരിപ്പോൾ എൻ്റെ കേസിൽ ഞങ്ങൾ 16 പേരായിരുന്നു അന്ന്, ഇപ്പോൾ 18 പേരൊക്കെ ഉണ്ടെന്നു. ഇപ്പോൾ ഇതേ ഒരു വീട്ടിൽ ഞങ്ങളെ 16 പേരെ കൊണ്ടുപോയി വിടുന്നു. ഭക്ഷണമൊക്കെ നിങ്ങൾ തന്നെ വെച്ചോണം, ഇവിടെ കഴിച്ചു വരലൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം, ഭക്ഷണം ഞങ്ങൾ കൊണ്ടുതരാം, അടികൂടലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഞങ്ങളോട് അടികൂടണമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജനറലി അങ്ങനെയല്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് പേരെന്നോട് സ്ക്രിപ്റ്റഡാണ്. അതിൻ്റെ ഒരു കാരണം ഈ LKG കുട്ടികളൊക്കെ അടികൂടുന്ന പോലെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ കാര്യത്തിനൊക്കെയാണ്. ഞാനുള്ള സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഓരോ ദിവസം അടുക്കള. അപ്പോൾ അവിടെ 2 പെൺകുട്ടികൾ തമ്മിൽ അടികൂടിയതിൻ്റെ കാരണമാണ് ഒരുത്തിക്ക് വിശന്നപ്പോൾ രാത്രി ആ കുട്ടിയുടെ ദിവസമല്ല, കുട്ടിക്ക് വിശക്കുന്നു, ഒരു ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തു, അടുക്കളയിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തു. ഈ പ്രശ്നത്തിനാണ് ഈ എങ്ങനെയാടി അടുക്കളയിൽ കയറുക, അല്ല എനിക്ക് വിശന്നു, ഞാൻ വേറൊന്നും പാചകമൊന്നും ചെയ്തില്ലല്ലോ, പറ്റൂല, ഇൻ്റെ അടുക്കളയാണ് എന്ന് പറഞ്ഞിട്ട് രാത്രി 2 മണിക്ക് അടിയാണ് 2 പെണ്ണുങ്ങൾ തമ്മിൽ.